ഹലോ എവറി വൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് ഈഫ് എൽസ് ഈഫ് ലാഡർ. എന്താണ് ഈഫ് എൽസ് ഈഫ് ലാഡർ, എന്തിനാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ സിൻറ്റാക്സ്, എന്താണ് ഒരു എക്സാമ്പിൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹിയർ എ യൂസർ ക്യാൻ ടേക്ക് ഡിസിഷൻ എമംഗ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. നമുക്കറിയാം, നമ്മൾ ആദ്യം ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്കസ് ചെയ്തു, പിന്നെ ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയായിരുന്നു അതിൻ്റെ പ്രത്യേകതകൾ? ഈഫ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അതിനകത്ത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക, അത് ഫാൾസ് ആണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല, എക്സിറ്റ് അടിക്കുക, അത്ര മാത്രമേ റോൾ ഉണ്ടായിരുന്നുള്ളൂ. ഈഫ് എൽസിൻ്റെ കേസ് വരുമ്പോൾ അവിടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക, കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ഏതാണോ അസോസിയേറ്റ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് അത് എക്സിക്യൂട്ട് ചെയ്യുക. അത്രയാണ് ഈഫ് എൽസിൻ്റെ കേസിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈഫ് എൽസ് ഈഫ് ലാഡറിൻ്റെ കേസ് വരുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷനിൽ നിന്ന് ഒരു ഓപ്ഷൻ ഒരു ഡിസിഷൻ ടേക്ക് ചെയ്യാനുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. വി ഹാവ് ടു ചൂസ് വൺ ഡിസിഷൻ. ഇറ്റ് സ്റ്റാർട്ട് എക്സിക്യൂഷൻ ഇൻ എ ടോപ്പ് ഡൗൺ അപ്രോച്ച്. ടോപ്പ് ടു ബോട്ടം അപ്രോച്ചിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് വരുന്നത്. അതായത് ഫസ്റ്റ് ഏറ്റവും ടോപ്പിലുള്ള കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യും, ആഫ്റ്റർ ദാറ്റ് നെക്സ്റ്റ് കണ്ടീഷൻ 2, ദെൻ കണ്ടീഷൻ 3, എക്സെട്ര കണ്ടീഷൻ n. ആ ഒരു ഓർഡറിലാണ് ഇതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. When the condition gets true, it executes the associated statement. ഏത് കണ്ടീഷനാണോ ട്രൂ ആവുന്നത് അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യുക. ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദി കണ്ടീഷൻ ഈസ് ബൈപാസ്ഡ്. പിന്നെ ബാക്കിയുള്ള കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കത് യൂസ്ഫുൾ അല്ല, അതൊക്കെ നെഗ്ലക്റ്റ് ചെയ്യാം. If it does not find any condition true, it return the final else statement. അതിനകത്തുനിന്നുള്ള ഏത് കണ്ടീഷനും ട്രൂ അല്ല എങ്കിൽ നമുക്ക് ആ ഫൈനൽ എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഫൈനലായിട്ടൊരു എൽസ് കൊടുത്തിട്ടുണ്ടാവും, ആ എൽസ് ചൂസ് ചെയ്യാം, ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും. ഇത്രയാണ് നമ്മളുടെ ഈ ഈഫ് എൽസ് ഈഫ് ലാഡറിനകത്ത് നടക്കുന്നത്. ഇനി നമുക്ക് സിൻറ്റാക്സ് നോക്കാം. എങ്ങനെയാണ് നമ്മൾ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഈഫ് എൽസ് ഈഫ് ലാഡർ ചെയ്യുന്നത്? എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം നമ്മളൊരു ഈഫ് കൊടുക്കും, കണ്ടീഷൻ 1 കൊടുക്കും, എന്നിട്ട് അതിൻ്റെ കേർലി ബ്രേസിനകത്ത് കോൾ ടു ബി എക്സിക്യൂട്ടഡ് ഈഫ് കണ്ടീഷൻ 1 ഈസ് ട്രൂ, അതിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കൊടുക്കും. അതായത് കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ ഇന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക. എൽസ് ഈഫ്, അതാണ് അതിൻ്റെ പ്രത്യേകത. പലരും പിന്നെ ഈഫ് എന്നാണ് ഇട്ട് കൊടുക്കുക, ഒരിക്കലും അങ്ങനെയല്ല, എൽസ് ഈഫ് ആണ് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കണ്ടീഷൻ 2, അപ്പോൾ കണ്ടീഷൻ 1 അല്ല ട്രൂ എങ്കിൽ നമ്മൾ നെക്സ്റ്റ് ടോപ്പ് ഡൗൺ അപ്രോച്ചാണ് ഇവിടെ എന്ന് നമ്മൾ പറഞ്ഞു, അതുകൊണ്ട് തന്നെ കണ്ടീഷൻ 2 ചെക്ക് ചെയ്യും. കണ്ടീഷൻ 2 ട്രൂ ആണെങ്കിൽ കോൾ ടു ബി എക്സിക്യൂട്ടഡ് ഇഫ് കണ്ടീഷൻ ഇസ് ട്രൂ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും. അതല്ല ഇനി അതും ഫാൾസ് ആണെങ്കിൽ നെക്സ്റ്റ് കണ്ടീഷനിലേക്ക് പോകും, എൽസ് ഈഫ് കണ്ടീഷൻ 3 കോൾ ടു ബി എക്സിക്യൂട്ടഡ് ഇഫ് കണ്ടീഷൻ 3 ഇസ് ട്രൂ. അതല്ലെങ്കിൽ കണ്ടീഷൻ 3 ട്രൂ ആണോ നോക്കും, അത് ട്രൂ ആണെങ്കിൽ അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ഏത് വരെ പോകും? കണ്ടീഷൻ n വരെ നമുക്ക് പോസിബിൾ ആണ്. അതായത് നമ്മളാണ് ആ ഒരു ലിമിറ്റ് തീരുമാനിക്കുന്നത്. ഇനി അതൊന്നും വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ എൽസ് പാർട്ടിലേക്ക് പോകും, കോൾ ടു ബി എക്സിക്യൂട്ടഡ് ഇഫ് ഓൾ കണ്ടീഷൻസ് ആർ ഫാൾസ്. അപ്പോൾ ഒന്നുകിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയിരിക്കും, അതല്ല എങ്കിൽ എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. അതായത് എല്ലാ കണ്ടീഷനും ഫാൾസ് ആണ് എങ്കിൽ ഇന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഈഫ് എൽസ് ഈഫ് ലാഡറിൻ്റെ ഒരു സിൻറ്റാക്സ് കിടക്കുന്നത്. ഇനി വന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ നോക്കാം, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളത്. നിങ്ങൾക്ക് കാണാം, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എത്തിക്കഴിഞ്ഞാലാണ് നമ്മൾ ഈഫ് എൽസ് ഈഫ് ലാഡർ സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടീഷൻ 1 ചെക്ക് ചെയ്യും, അത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ചെയ്യും, നമ്മൾ എക്സിറ്റ് അടിക്കും, അതായത് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകും. അതല്ല കണ്ടീഷൻ 1 ഫാൾസ് ആണെങ്കിൽ നമ്മൾ കണ്ടീഷൻ 2ലേക്ക് പോകും, അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 ചെയ്യും, എന്നിട്ട് എക്സിറ്റ് അടിക്കും. കണ്ടീഷൻ 2 ഫാൾസ് ആണെങ്കിൽ എന്താ ചെയ്യുക? കണ്ടീഷൻ എന്നിലേക്ക് പോകും, അതായത് 3 ആണോ 4 ആണോ അങ്ങനെ എങ്ങനെ എക്സെട്ര ആയിട്ട് പോകും. അത് ട്രൂ ആണെങ്കിൽ അതിൻ്റെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അതല്ല ഫാൾസ് ആണെങ്കിൽ നെക്സ്റ്റിലേക്ക് പോകും. അങ്ങനെ എങ്ങനെയാണ് അത് കണ്ടിന്യൂ ചെയ്ത് പോകും. ഏത് വരെ? കണ്ടീഷൻ n വരെ. അതായത് നമ്മൾ ഇത്രയും ചെക്കിങ് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു എൽസ് പാർട്ടിലുണ്ടാവും, അതാണിത്. ഈ ഫാൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്, ആ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈഫ് എൽസ് ഈഫ് ലാഡറിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കിടക്കുന്നത്. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മൾ നോക്കുന്നത് ഒരാൾ
ഒരു സ്റ്റുഡൻറ്റ് അവരുടെ മാർക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഗ്രേഡ് ഏതാണ് എന്നാണ് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, എക്സലൻ്റ് ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. ഇത്രയും ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടുള്ളത്, ഈഫ് എൽസ് ഈഫ് ലാഡർ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മുന്നേ ഈഫ് എൽസിൻ്റെ കേസിലൊക്കെ നമ്മൾ ഫെയിലാണോ അതോ ക്ലിയർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിരുന്നു, നമ്മൾ പാസ്സാണോ ഫെയിലാണോ എന്ന്. അതിനകത്ത് നമ്മൾ ഈഫ് എൽസ് യൂസ് ചെയ്യാൻ കാരണം കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പാസ്സാണ്, കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ഫെയിലാണ്. ഇത്രയും 2 ഓപ്ഷൻസേ അവിടെ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കേസിൽ നമ്മൾ ജസ്റ്റ് എ ഗ്രേറ്റർ ദാൻ ബി എന്ന് ചെക്ക് ചെയ്യാൻ കാരണം ഗ്രേറ്റർ ആണെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യാന്നുള്ളത് മാത്രമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷനാണ് അതിനകത്തൊക്കെ വന്നിരുന്നത്. ഇവിടെ പക്ഷേ അങ്ങനെയല്ല, ലിസ്റ്റ് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അതിനകത്തുനിന്ന് ഒന്ന് ചൂസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എന്താ നടക്കുന്നത്, നമ്മൾ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതൊരു ഇൻറ്റീജറാണ്, എൻ ആണ്, അത് മാർക്കാണ്. പ്രിൻ്റ് ഓഫ് എൻ്റർ ദ മാർക്ക്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റുഡൻറ്റ് മാർക്ക് എൻ്റർ ചെയ്യണം. സ്കാൻ ഓഫ് %d ആംപ്രസൻറ്റ് എൻ. അപ്പോൾ എന്ത് ചെയ്തു, ആദ്യം ഒരു മാർക്ക് എൻ്റർ ചെയ്തു. ഈഫ് എൻ ഗ്രേറ്റർ ദാൻ 89, ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ആ ഒരു വേരിയബിൾ അല്ലെങ്കിൽ ആ ഒരു മാർക്ക് 89നേക്കാൾ ഗ്രേറ്റർ ആണ് എങ്കിൽ പ്രിൻ്റ് ഓഫ് ഓ. അപ്പോൾ നമ്മൾ 89നേക്കാൾ ഗ്രേറ്റർ കിട്ടിയ കുട്ടിക്ക് നമ്മൾ എന്ത് കൊടുക്കണം, ഔട്ട്സ്റ്റാൻഡിങ് കൊടുക്കണം. അതല്ല LCFN ഗ്രേറ്റർ ദാൻ 79 ആണെങ്കിലോ പ്രിൻ്റ് ഓഫ് ഇ, എക്സലൻ്റ് ആണ് കൊടുക്കേണ്ടത്. LCFN ഗ്രേറ്റർ ദാൻ 69 ആണെങ്കിൽ പ്രിൻറ്റ് എ. അപ്പോൾ നമ്മൾ എ പ്രിൻറ്റ് ചെയ്യുക. LCFN ഗ്രേറ്റർ ദാൻ 59 ആണെങ്കിൽ പ്രിൻറ്റ് ബി. LCFN ഗ്രേറ്റർ ദാൻ 49 ആണെങ്കിൽ പ്രിൻറ്റ് സി. LCFN ഗ്രേറ്റർ ദാൻ 39 ആണെങ്കിൽ പ്രിൻറ്റ് ഓഫ് ഡി. എൽസ് പ്രിൻറ്റ് ഓഫ് ഫെയിൽഡ്. അതായത് നമ്മൾ അത്രയും ഓപ്ഷൻസ് അവിടെ കൊടുത്തു. ഈഫ് എൽസീഫ് 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 കൊടുത്തു. ഏതുവരെ, ഡി പ്രിൻ്റ് ചെയ്യുന്നത് വരെ കൊടുത്തു. അതല്ല ഇനി അതൊന്നും അല്ലാത്തൊരു മാർക്കാണ് ഈ കുട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എൽസ് പ്രിൻറ്റ് ഫെയിൽഡ്, അയാൾ ഫെയിൽഡ് ആണ് എന്നാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ഈഫ് എൽസീഫ് ലാഡറിൻ്റെ ഒരു എക്സാമ്പിൾ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കാരണം എന്താണ്, ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിനകത്തുനിന്ന് ഒരു സമയത്ത് ഒന്നേ ചൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അതായത് ഇപ്പോൾ ഗ്രേഡിൻ്റെ കേസൊക്കെ നമുക്കറിയാം, മാർക്ക് എന്താ, അപ്പോൾ ഒരാൾക്ക് 50 കിട്ടിക്കഴിഞ്ഞാൽ ഏതാ ഗ്രേഡ് വരിക, സി ആണ് കിട്ടുക. കാരണം എന്താണ്, ഇവിടെ കൊടുത്തിട്ടുണ്ട് 49നേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ അവിടെ സി ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്ത് ഇതിൻ്റെ ഒരു ലോജിക്ക് കിടക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സിമ്പിളാണ്. പക്ഷേ അത് ലോജിക്കലി യൂസ് ചെയ്യുമ്പോൾ കൃത്യമായൊരു ഐഡിയ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഈഫ് എൽസീഫ് ലാഡറൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈഫ് എൽസീഫ് ലാഡർ, അപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് ഈഫ് എൽസീഫ് ലാഡർ പറയുക, എങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇത് യൂസ് ചെയ്യുന്നത്, അതായത് മൾട്ടിപ്പിൾ ഓപ്ഷൻസിൻ്റെ ഇടയിൽ ഒരു ഡിസിഷൻ ടേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈഫ് എൽസീഫ് ലാഡർ യൂസ് ചെയ്യണം. മാത്രമല്ല അതൊരു ടോപ്പ് ഡൗൺ അപ്രോച്ചിലാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് നടക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ സിൻറ്റാക്സ് പറഞ്ഞു. സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒരു പ്രൊസീജിയറൽ ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ സിൻറ്റാക്സിന് അത്രയും ഇമ്പോർട്ടൻറ്റും കിടക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് എന്താ പറഞ്ഞത്, നമ്മളത് ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്, അതായത് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഒരു എക്സാമ്പിളും പറഞ്ഞു. ഇത്രയാണുള്ളത്. അപ്പോൾ എത്ര മാർക്കിനാണോ ചോദിക്കുന്നത് അതിനനുസരിച്ചിട്ട് എക്സാമിന് എഴുതുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.